അല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അധ്യായമാണ്. ഇനി അതിനെപ്പറ്റി ഫർദറായിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളാരും തയ്യാറല്ല. അല്ല, അത് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ഒക്കെ അവരുടെ പോലീസിൻ്റെ ജോലിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ആവശ്യമില്ല. അല്ല, അതെല്ലാം പോലീസ് കണ്ടെത്തട്ടെ. അപ്പം ആരാ സഹായിച്ചെന്നൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. അല്ല, അങ്ങനെ തോന്നലുള്ളവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എടാ, 5-8 വർഷമായിട്ട് MLA-മാരായിരിക്കുന്നുണ്ട്. അവരുടെ പേര് നടപടിയില്ല. അത് വൈകിട്ടില്ല അല്ലേ? അതിപ്പോഴും അവരുടെ പാർലമെൻറ്റ് സീറ്റ് കൂടെ കൊടുക്കുക പാരിതോഷികമായിട്ട്. അതിനാർക്കും വൈകലില്ലേ? മണിക്കൂറുകൾ വൈകിയാൽ ഇവിടെ പ്രശ്നമാണ്. അത് തിരിച്ചു എടുത്തു എന്ന് പറഞ്ഞു. അല്ല, പുറത്താക്കിയവർ തന്നെ തിരിച്ചെടുത്തില്ലേ, പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, ആ ഇഷ്യൂ ഞങ്ങളെ സംബന്ധിച്ചൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ പാർട്ടി ഇല്ലാത്ത ഒരാളാണ്. പാർട്ടി ഇല്ലാത്ത ഒരാളിനെ പറ്റി നമ്മളെന്തിനാണ് ചർച്ച ചെയ്യുന്നത്? പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഒരു കയ്യാങ്കളിയില്ല. അയ്യയ്യേ, അങ്ങ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു ഗ്രാമത്തിലാണ്, കുത്തന്നൂർ എന്ന് പറഞ്ഞൊരു, അവിടെ ഞാൻ ചെന്നപ്പോൾ എല്ലാ മീഡിയ ഉണ്ട്. അപ്പോൾ അവരെന്നോട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോന്നോരോന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ പ്രവർത്തകർ വലിയ, കാരണം എന്നോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. അവർക്കറിയില്ലല്ലോ ഗ്രാമങ്ങളിലെ എന്നോട് ഇങ്ങനെ ഭയങ്കര എന്താണ് ചൂടായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്കറിയാമല്ലോ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്. ഞാൻ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രവർത്തകർക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് ശബരിമല ചോദിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ബഹളായി. പിന്നെ ഞാനവരെ സമാധാനിപ്പിച്ചു വിട്ടു. അല്ല, അവർ വേറെ ആരുമൊന്നുമല്ല. ആര് പറഞ്ഞു? പുള്ളി അറിയാതെ പറയുന്നതല്ലേ, അങ്ങനൊരു സംഭവമില്ല. അവിടെ ഇതാണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ട് എന്നോട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന വേണ്ടി സംസാരിക്കുമ്പം പ്രവർത്തകർ വിചാരിക്കുന്നത് അവർക്ക് അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ, നിങ്ങളെന്താ ശബരിമല ചോദിക്കാത്തത്, നിങ്ങളെന്താ സ്വർണ്ണക്കള്ളക്കടത്ത് ചോദിക്കാത്തത്, ഇതൊക്കെ അവർ തിരിച്ചു പ്രവർത്തകരിങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ. ഇങ്ങനെ പ്രസ് ക്ലബിലല്ലല്ലോ സംസാരം. അങ്ങനെ ഉണ്ടായതാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞല്ലോ, ഇന്നൊക്കെ കഴിഞ്ഞ ചാപ്റ്റർ പോയല്ലോ, ആ അധ്യായം അവസാനിച്ചില്ലേ.